എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFന് തുടർഭരണം കിട്ടുക? കേഡർ പാർട്ടി എന്ന സകല കെട്ടുറപ്പും പൊളിഞ്ഞുകൊണ്ടാണ് ആ പാർട്ടി ഇന്ന് മൂന്നാം ഊഴത്തിനായി കപ്പിത്താന്റെ മുഖം വെച്ച് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത്. ഒരു വശത്ത് ഭരണവിരുദ്ധ വികാരമാണ് ആഞ്ഞടിക്കുന്നത് എങ്കിൽ നേതൃത്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ വിരുദ്ധ വികാരം രൂപപ്പെടുകയും സുധാകരൻ അടക്കമുള്ള തലമുതിർന്ന സഖാവ് വരെ ആ പാർട്ടിയിൽ നിന്നും സലാം പറഞ്ഞിറങ്ങിയിരിക്കുകയാണ്. പലതവണ പറഞ്ഞു പഴകിയെങ്കിലും ഇന്നും വിശ്വാസികൾ മുറുകെ പിടിക്കുന്ന ശബരിമലയിലെ വിഷയങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുത കൂടിയാണ്. കരുവന്നൂർ ബാങ്ക് കൊള്ള, മന്ത്രി ഗണേഷ്, അങ്ങനെ എന്തൊക്കെ പുകിലുകൾ. നേതൃത്വത്തെ തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വി കുഞ്ഞികൃഷ്ണൻ നാവെടുത്തിട്ടില്ല. അതിനു പിന്നാലെ ഇതാ അടുത്ത പരാതി പുസ്തകം CPM എന്ന പാർട്ടിക്കെതിരെ പുറത്തിറങ്ങുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ CPMനെ പ്രതിക്കൂട്ടിലാക്കി മല്ലപ്പള്ളിയിൽ നിന്നാണ് ഈ പരാതി പുസ്തകം വരുന്നത്. 10 വർഷമായി പാർട്ടി ഉപരി കമ്മിറ്റികൾക്ക് നൽകിയിട്ടും അവഗണിച്ച പരാതികൾ ജനമധ്യത്തിലെത്തിക്കാനാണ് ജില്ലാ ആസൂത്രണ സമിതി അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ SP സുബിന്റെ തീരുമാനം. പതിവ് യാത്രാ വിവരണങ്ങളും ജീവചരിത്രങ്ങൾക്കും വിരുദ്ധമായി പാർട്ടിക്കുള്ളിലെ പുഴുക്കുത്തുകൾ അക്കമിട്ട് നിരത്തുന്ന ഈ നീക്കം തെരഞ്ഞെടുപ്പ് വേളയിൽ CPMനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ ചില പ്രമുഖ നേതാക്കളുടെ വഴിവിട്ട പോക്കുകളെയാണ് ഈ പുസ്തകം ലക്ഷ്യം വെക്കുന്നത്. നേതാക്കൾക്കിടയിലെ ധാർമ്മികമായ ചുതി, സ്ത്രീ പീഡനം, ലൈംഗികമായ അരാജകത്വം, മദ്യപാനം എന്നിവയെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ പുസ്തകത്തിൽ അത്രയുമുള്ളത്. ഇതിന് പുറമെയാണ് സഹകരണ പ്രസ്ഥാനങ്ങളെ തകർത്തതും പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയിലെ ഫണ്ട് ദുരുപയോഗം ചെയ്തതും ഉൾപ്പെടെയുള്ള സാമ്പത്തികമായ തിരിമറികൾ. പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുന്നത് രാഷ്ട്രീയ വഞ്ചനയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ്. LDF സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചതായും UDF BJP സഖ്യങ്ങളുമായി ചില നേതാക്കൾ അവിശുദ്ധ ബന്ധം പുലർത്തുന്നതായും സുബിൻ പുസ്തകത്തിലൂടെ ആരോപിക്കുന്നുണ്ട്. വികസന പദ്ധതികളുടെ മറവിൽ മണ്ണെടുപ്പ് മാഫിയയുമായി ചേർന്ന് പണം സമ്പാദിക്കുന്ന രീതിയും ഇതിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഏപ്രിൽ 5-ന് പുസ്തകം പ്രകാശനം ചെയ്യുമെന്ന പ്രഖ്യാപനം വന്നതോടെ പാർട്ടി നേതൃത്വം അങ്കലാപ്പിലാണ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇത് നീട്ടിവെക്കാൻ വലിയ സമ്മർദ്ദമാണ് നേതാക്കൾ സുബിന് മേൽ ചെലുത്തുന്നത്. തന്നെ വ്യക്തിപരമായി നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള പോരാട്ടമാണ് ഇത് എന്നും സുബിൻ വ്യക്തമാക്കുമ്പോൾ നേരത്തെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ബിന്ദു ചത്തനാട്ടും കത്ത് നൽകിയത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലാപം എത്രത്തോളം രൂക്ഷമാണ് എന്ന് തെളിയിക്കുന്നുണ്ട്. പത്തനംതിട്ടയിലെ ഈ പൊട്ടിത്തെറി തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയുടെ അടിത്തറ ഇളക്കുമെന്ന് ഉറപ്പാണ്.